വന്നിടണേ കർത്താവേ. ആകാശം പിളർന്ന് വന്നിടണേ നിന്റെ സാന്നിധ്യത്തിൽ. പർവ്വതം വിറകൊണ്ടിടട്ടെ നിന്റെ സാന്നിധ്യത്തിൽ. പർവ്വതം വിറകൊണ്ടിടട്ടെ കർത്താവേ. ആകാശം പിളർന്ന് വന്നിടണേ. പർവ്വതങ്ങളെക്കാൾ വലിയ മഹത്വവും പരിശുദ്ധിയും അവിടുത്തെ മഹത്വത്തിന് മുമ്പിൽ, അവിടുത്തെ പരിശുദ്ധിക്ക് മുമ്പിൽ ഈ പ്രപഞ്ചം വിറകൊണ്ട് നിൽക്കുന്നു. ആ പരിശുദ്ധിക്ക് മുമ്പിൽ ബലഹീനനായ എൻ്റെ ഹൃദയം ആർദ്രമാവുകയും അനുതാപം കൊണ്ട് നിറയുകയും അവിടുത്തെ മഹത്വം ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ വലിയ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുകയും ചെയ്യും. സമുദ്രം ജലത്താൽ കവിയും പോലെ, മലകൾ കാർമേഘത്താൽ നിറയും പോലെ. സമുദ്രം ജലത്താൽ കവിയും പോലെ, മലകൾ കാർമേഘത്താൽ നിറയും പോലെ. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും ഞങ്ങളിൽ നിറയ്ക്കണമേ. അവിടുത്തെ സാന്നിധ്യ അവബോധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അവിടുത്തെ സാമീപ്യം അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ വല്ലഭത്വത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴും കർത്താവേ, അവിടുത്തെ മഹത്വം തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു നെടുവീർപ്പുയർത്താൻ പോലും, അനുതാപത്തിൻ്റെ നെടുവീർപ്പുയർത്താൻ പോലും സാധിക്കുന്നില്ല. ഈ സർവശക്തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ എത്രമാത്രം ബലഹീനനാണെന്ന് ഞാൻ മനസ്സിലാക്കുക. ഈ പരമപരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഞാൻ എത്രമാത്രം പാപിയാണ് എന്നെനിക്ക് ബോധ്യപ്പെടുക. അവിടുത്തെ സാന്നിധ്യബോധം ഞങ്ങൾ ഓരോരുത്തരിലേക്കും അനുതാപം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയിൽ അന്ന് ഇറങ്ങിയപ്പോ, താബോർ മലയിൽ അന്ന് ശോഭിതനായതുപോ, സീനായ് മലയിൽ അന്ന് ഇറങ്ങിയപ്പോ, താബോർ മലയിൽ അന്ന് ശോഭിതനായതുപോ. നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്റെ രൂപവും നിന്റെ ഭാവവും ഞങ്ങളിൽ നിറയ്ക്കണമേ. അരൂപിയായ ദൈവമേ, അവിടുന്ന് സീനായി പർവ്വതത്തിന് മുകളിൽ
അവിടുത്തെ മഹത്വവും തേജസ്സും വെളിപ്പെടുത്തി. വന്നിടണേ പരിശുദ്ധ ത്രിത്വം താബോറിൽ ഇറങ്ങി വസിച്ചു. ആകാശം പിളർന്നു അപ്പത്തിന്റെ രൂപത്തിൽ അതേ ദൈവം ഞങ്ങളുടെ കൺമുമ്പിൽ ഇതാ അവർണീർണനായിരിക്കുന്നു. പ്രവചനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് തലമുറകളുടെ പ്രത്യാശയ്ക്ക് പ്രത്യുത്തരമായി മനുഷ്യരൂപം പൂണ്ട ദൈവമേ, ആരാധന അവിടുത്തെ രൂപം ഞങ്ങളുടെ കണ്ണുകളിൽ നിറയ്ക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ മുദ്രിതമാക്കണമേ. ഒരിക്കലും മാഞ്ഞു പോകാതെ വണ്ണം അവിടുത്തെ രൂപം ഞങ്ങൾ നിറയട്ടെ. അവിടുത്തെ മഹത്വത്തിൽ ഞങ്ങൾ ലയിച്ചു ചേരട്ടെ. നിന്റെ രൂപവും നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഭാവവും അവിടുത്തെ രൂപവും ഭാവവും ഞങ്ങളിൽ പകർന്നു തരണമേ. കർത്താവായ ദൈവമേ, അവിടുത്തെ രൂപം ഞങ്ങൾ പതിക്കണമേ. ദൈവ സാന്നിധ്യമായി മണ്ണിൽ ജീവിക്കാൻ കർത്താവേ, അവിടുത്തെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും പുനരുദ്ധരിച്ച രക്ഷകനായ ഈശോയെ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ അവിടുത്തെ രൂപവും അവിടുത്തെ ഭാവവും അവിടുത്തെ തേജസ്സും ബലഹീനരായ ഞങ്ങളിലൂടെ ഈ തലമുറയിൽ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുവോസ്തിരൂപനായി രക്ഷകനായ ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വസിക്കുന്നു. കുർബാനയായി മാറി ഞങ്ങളുടെ മധ്യേ വസിക്കാൻ, ബലഹീനരായി ഞങ്ങളിലൂടെ ഈ മണ്ണിലേക്ക് ഇറങ്ങി വരാൻ അവിടുന്ന് എത്രമാത്രം സഹിച്ചു. ഈ മണ്ണിൽ പിറന്ന് പാവമൊഴികെയുള്ള എല്ലാ ബലഹീനതകളും ഏറ്റെടുത്ത് ബലഹീനരായ മനുഷ്യരാൽ പീഡിപ്പിക്കപ്പെട്ട എല്ലാ അസ്ഥികളും തകർക്കപ്പെട്ട് ശരീരം മുഴുവനും ഒരു മുറിവായി രൂപാന്തരപ്പെട്ട് മുറിച്ചു നൽകി. ആ ബലിയുടെ പൂർത്തീകരണം കുരിശിന്റെ മുകളിൽ കർത്താവേ ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങൾ കാണുന്നു. അവിടുന്ന് വില കൊടുത്തി നേടിത്തന്ന ഈ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ബലിയർപ്പണത്തിന്റെ പൂർത്തീകരണത്തിൽ അവിടുത്തെ രക്തം അവസാന തുള്ളി വരെ ഒഴുക്കി തന്നു. അവിടുത്തെ തിരുശരീരം പൗരോഹിത്യം നിലനിൽക്കുന്നിടത്തോളം കാലം പങ്കുവയ്ക്കാൻ അവിടുന്ന് നൽകി. അതോടൊപ്പം ഞങ്ങൾക്ക് ലഭിച്ച വിശിഷ്ടദാനമാണ് പരിശുദ്ധ അമ്മ. കുർബാനയുടെ പൂർത്തീകരണത്തിൽ കുർബാനയുടെ അമ്മയായ, കുർബാനയുടെ സ്ത്രീയായ, ജീവിതത്തെ മുഴുവനും കുർബാനയാക്കി മാറ്റിയ അവിടുത്തെ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നൽകി. ഈ മാതൃകയില്ലാതെ, ഈ അമ്മയുടെ പിൻബലമില്ലാതെ, ഈ വിശ്വാസിന് നൽകുന്ന വിശ്വാസത്തിന്റെ പാഠം ഉൾക്കൊള്ളാതെ എൻ്റെ കർത്താവേ അവിടുത്തെ അനുഗമിക്കുക സാധ്യമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു.
ഈ ഗോഗുൽത്തായുടെ ഉയരങ്ങളിൽ പൂർത്തീകരിക്കപ്പെട്ട ബലിക്കുമധ്യേ അവിടുന്ന് നൽകിയ തിരു ശരീരത്തോടും തിരുരക്തത്തോടുമൊപ്പം അമ്മയെയും കുർബാനയായി മാറിയ അമ്മയെയും ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു. കാൽവരി മലയിൽ സുതനോടൊപ്പം സഹരക്ഷകയാമൻ അമ്മേ. ഞങ്ങൾക്കൊരമ്മയുണ്ട്. കാൽവരി മലയിൽ ഞങ്ങളാരും അനാഥരല്ല. സുതനോടൊപ്പം സഹരക്ഷകയാ. മാതൃത്വത്തിന്റെ ആർദ്രമായ സ്നേഹത്താൽ ഞങ്ങൾ ഓരോരുത്തരും പൊതിയപ്പെട്ട് അണയും നീ മക്കൾ സാത്താനോടുള്ള പോരാട്ടത്തിൽ അമ്മയുടെ തിരുക്കച്ചയിൽ സംരക്ഷണം തേടി നിൻ സവിധേ ഈ യാത്ര പൂർത്തിയാക്കി അമ്മയെപ്പോലെ കുർബാനയുടെ മക്കളായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ തിരുക്കച്ചയാൽ പൊതിയേണമേ. അമ്മേ തിരുക്കച്ചയാൽ പൊതിയേണമേ. രക്ഷകനായ ഈശോയെ അവിടുന്ന് ശരീരത്തിലും മനസ്സിലും എല്ലാം ഏറ്റുവാങ്ങിയ പീഡനങ്ങളുടെ നൊമ്പരങ്ങളുടെ മുറിവുകളുടെ തീക്ഷ്ണമായ അനുഭവങ്ങളെ അമ്മ മനസ്സിലും ഹൃദയത്തിലും ഏറ്റുവാങ്ങി തിരുമുറിവുകളുമായി മണ്ണിൽ ജീവിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിന്ദനം കൊണ്ട് വചനത്തിന് വിരുദ്ധമായി യേശുക്രിസ്തുവിനെ പീഡിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് അമ്മ അനുഭവിക്കുന്ന നൊമ്പരങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹൃദയത്തിൽ വചനത്തെ മാംസം ധരിക്കാതെ പാഴായി പോയൊരു നാളുകളിൽ പാഴായി പോയൊരു നാളുകളിൽ അമ്മേ തിരുക്കച്ചയാൽ പൊതിയേണമേ. മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകി. ഞങ്ങളെ ബലപ്പെടുത്തുന്നത് വിശുദ്ധ കുർബാനയും വചനത്തിൻ്റെ കൃപകളുമാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അമ്മയുടെ പരിശുദ്ധിക്ക് അടിസ്ഥാനം വചനം ജീവിച്ചു എന്നുള്ളതാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് അമ്മയെ വിദ്യാലയമാക്കിക്കൊണ്ട് കുർബാനയുടെ പാഠങ്ങൾ പഠിക്കാൻ, ബലിജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാൻ, ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്ത വചനത്തിൻ്റെ ആഴമായ അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ, ആ വചനത്തെ സമകാലീന അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് വെളിപാടുകളായി ഏറ്റുവാങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. തിരുക്കച്ചയാൽ പൊതിയേണമേ. മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകീണമേ. അമ്മേ തൂകീണമേ. ബലിവേദിയിലപ്പമായി സഹനത്തിൻ കാസയ ബലിയർപ്പിക്കാനായി അണയും നേരം. ബലിയർപ്പിക്കാനായി അണയും നേരം. ബലിവേദിയിലപ്പമായി സഹനത്തിൻ കാസയ ബലിയർപ്പിക്കാനായി അണയും നേരം. ബലിയർപ്പിക്കാനായി അണയും. സജീവമായി ബലിയർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ തിരുക്കച്ചയാൽ പൊതിയേണമേ. ജീവിതാനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് മാതൃസ്നേഹത്തിൻ ജീവിതം തകർക്കപ്പെടുന്ന അനുഭവങ്ങളെ ചേർത്ത് വെച്ച് അമ്മേ തൂകീണമേ.
സാത്താനോടുള്ള പോരാട്ടത്തിൽ ഏൽക്കുന്ന മുറിവുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ബലിയർപ്പിക്കുവാൻ എൻ്റെ അമ്മേ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ഞങ്ങളുടെ അമ്മയായി ഞങ്ങൾ ഏറ്റുപറയുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ അമ്മയെ അങ്ങയെ കൂടുതൽ അടുത്തറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അമ്മ കൂടെ ഇരുന്ന് അമ്മയുടെ വിശുദ്ധിയുടെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. അമ്മയുടെ ബലിജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. പുണ്യപൂർണമായ ജീവിതത്തിൻ്റെ പുണ്യങ്ങളുടെ സ്രോതസ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഈ പോരാട്ടത്തിൽ ഞങ്ങൾ വീണുപോകുമ്പോൾ ഞങ്ങളെ താങ്ങിയെടുക്കുവാൻ അമ്മയെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന മുറിവുകളെ തിരുമുറിവുകളാക്കി രൂപാന്തരപ്പെടുത്താൻ അമ്മേ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങളെ കാത്തുകൊള്ളണമേ. യോഹന്നാൻ ശ്ലീഹാ ഗോഗുൽത്തായുടെ മുകളിൽ നിന്ന് അമ്മയെ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതത്തിൻ്റെ ശിഷ്ട കാലഘട്ടത്തിലേക്ക് കടന്നുപോയി. അമ്മയെ സ്വീകരിച്ചു കൊണ്ടുള്ള ആ ഒരു യാത്ര രക്ഷണീയമാകുമെന്ന് ഞങ്ങൾ അറിയുന്നു. അമ്മയെ അറിയാതെ യേശുവിനെ പൂർണ്ണമായും അറിയുക സാധ്യമല്ല എന്നുള്ള ആ ഒരു വെളിച്ചം ഉൾക്കൊള്ളാനും അമ്മയിലൂടെ രക്ഷകനിലേക്ക് കൂടുതൽ അടുത്ത് വരാൻ ഞങ്ങളെ സഹായിക്കണം. അമ്മയെ അറിയാതെ കഴിയുന്ന, അമ്മ ഇപ്പോഴും നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ എല്ലാ സഹോദരീ സഹോദരന്മാരെയും രക്ഷകനായ ഈശോയെ അവിടുന്ന് നൽകിയ വലിയ ദാനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കാതെ അലയുന്ന, മൂഢതയിൽ കഴിയുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെയും ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. അമ്മയെ പറ്റിയുള്ള വെളിച്ചം കൊണ്ട്, ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അമ്മയുടെ മടിത്തട്ടിൽ അഭയം തേടി അതിലൂടെ രക്ഷകനായ ഈശോയെ അവിടുത്തെ തിരുമുറിവുകളിൽ അഭയം കണ്ടെത്താൻ, അവിടുത്തെ ശരീരമായ സഭയിൽ അഭയം കണ്ടെത്താൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. കർത്താവേ, അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വലിയ കൃപ വിശ്വാസമാണല്ലോ. വിശ്വാസ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഈ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കാതെ ഈ ലോകത്തിൻ്റെ അരൂപിയിൽ അകപ്പെട്ട് തിന്മയുടെ ദുരാലോചനയിൽ ബന്ധപ്പെട്ടു കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും അജ്ഞതയാകുന്ന കെട്ടുകളെ യേശു നാമത്തിൽ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യമായ ശക്തിയാൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഞാൻ ബന്ധിക്കുന്നു, ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ. ആരാധന കർത്തൃസന്നിധിയിൽ നിന്നും വചനമാം ദൈവത്തെ ഗർഭേ പേറി ലോകത്തിൻ രക്ഷയ്ക്കു നിന്നാരമാ ദൈവത്തിൻ പുത്രനെ നൽകി. കർത്തൃസന്നിധിയിൽ നിന്നും വചനമാം ദൈവത്തെ ഗർഭേ പേറി ലോകത്തിൻ രക്ഷയ്ക്കു നിന്നാരമാ ദൈവത്തിൻ പുത്രനെ. ലോകരക്ഷയ്ക്ക് വേണ്ടി രക്ഷകനെ അയക്കാൻ സ്വർഗം തെരഞ്ഞെടുത്ത മാർഗം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം മാംസം ധരിച്ചവനെ ഇന്നു മാംസം ധരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിലൂടെ
മാംസം ധരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ദിവ്യകാരുണ്യം അമ്മയെ പോലെ അതിനു വേണ്ടി വില കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം സ്വീകരിക്കുന്നവൻ, വചനം മുറിച്ച് ഭക്ഷിക്കുന്നവൻ തന്നെ തന്നെ മുറിച്ചു നൽകാനുള്ള ബലിവസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബലിയായി തീരാനുള്ള തീവ്രമായ ആഗ്രഹം നൽകണമേ. അതിനാവശ്യമാകുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വർഗത്തിന്റെ അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഞാൻ നിന്ദാസി, നിൻഹിതം എന്മേൽ ഭവിക്കട്ടെ എന്നുര ചെയ്ത ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് വിനയത്തിൻ മകുടമേ നീ ഭാഗ്യവതി. പരിശുദ്ധ അമ്മ നൽകുന്ന പാഠങ്ങൾ സ്വീകരിച്ച് അമ്മയുടെ ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തിയ, എളിമയിൽ ഞങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്തി, വിശ്വാസത്തിൽ പടുത്തുയർത്തി, അനുസരണത്തിൽ പടുത്തുയർത്തി, അനുഗ്രഹിതരായി തീരാൻ, സാക്ഷികളായി തീരാൻ ഞങ്ങളെ സഹായിക്കണം. സ്വർഗം ബഹുമാനിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിൻ മകുടമേ നീ ഭാഗ്യവതി. സ്വർഗത്തിന്റെ സവിശേഷ സൃഷ്ടിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധാത്മാവ് ഇത്രമാത്രം കവിഞ്ഞൊഴുകിയിട്ടുള്ള ഒരു മനുഷ്യ വ്യക്തിയില്ല. വചനത്തോട് ഇത്രമാത്രം വിശ്വസ്തത പുലർത്തിയിട്ടുള്ള വേറൊരുദാഹരണമില്ല. സൃഷ്ടികളിൽ ഉന്നതമായ സ്ഥാനത്ത് പരിശുദ്ധ അമ്മ പ്രതിഷ്ഠിക്കപ്പെട്ടു. ഉന്നത വണക്കം സ്വർഗം ആഗ്രഹിക്കുമ്പോൾ മാലാഖമാർക്കും പരിശുദ്ധന്മാർക്കും ഉപരിയായ ശ്രേഷ്ഠമായ മഹത്വം ഈ അമ്മയ്ക്ക് ലഭിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്ന് ഈ അമ്മയുടെ മഹത്വം ഏറ്റുവാങ്ങാൻ ഞങ്ങളെ സഹായിക്കണം. രക്ഷണീയ കർമ്മങ്ങളിൽ മുഖ്യ സഹകാരിയായ പരിശുദ്ധ അമ്മയോടൊപ്പം സഭയെ പണിതുയർത്താൻ രക്ഷണീയ കർമ്മങ്ങളിൽ ഭാഗവാക്കാകാൻ ഞങ്ങളെ സഹായിക്കണം. അമ്മയുടെ അധികാരം ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വർഗം നൽകിയ അധികാരം സ്വർഗം നൽകാത്തതായി ഒരധികാരവുമില്ല. അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവീക സംവിധാനത്തെ ധിക്കരിക്കുന്നു. റോമാക്കാർക്ക് ലേഖനം 13-ാം അധ്യായം 2-ാമത്തെ വചനം. അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവീക സംവിധാനത്തെ ധിക്കരിക്കുന്നു. മറിയത്തിന്, പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം പിശാചിന്റെ മേൽ അധികാരം നൽകി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വചനം പ്രവചനാത്മകമായ വെളിപ്പെടുത്തലാണ്. നീയും സ്ത്രീയും തമ്മിൽ, സ്ത്രീയുടെ സന്തതികളും നിന്റെ സന്തതികളും തമ്മിൽ നിരന്തര പോരാട്ടം. സ്വർഗം പ്രഖ്യാപിച്ച പോരാട്ടമാണ്. സ്വർഗം പ്രഖ്യാപിച്ച സമരമാണ്. സാത്താൻ കീഴ്പ്പെടുത്തപ്പെടുന്നത് വരെയും ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. നേതൃത്വം നൽകാൻ സ്വർഗം നിശ്ചയിച്ചത് അവിടുത്തെ പ്രഥമ സൃഷ്ടിയായ പരിശുദ്ധ അമ്മയെയാണ്. അമ്മയെ സ്വീകരിച്ചുകൊണ്ട്, അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് സാത്താനെതിരെയുള്ള പോരാട്ടത്തിൽ നാം വിജയം നേടും. ഈ സൈന്യ വ്യൂഹത്തെ പരിശീലിപ്പിക്കാനും കാലഘട്ടത്തിന് അനുയോജ്യമായ ആയുധങ്ങൾ നൽകി നമ്മെ ശക്തിപ്പെടുത്താൻ, മുമ്പിൽ നിന്നുകൊണ്ട് നയിച്ച് സാത്താന്റെ എല്ലാ കോട്ടകളെ തകർക്കാനും പരിശുദ്ധ അമ്മയുടെ പിൻപിൽ അണിനിരക്കുകയും
നമ്മുടെ ജീവിതത്തെ വ്യവസ്ഥയില്ലാതെ തീരെഴുതി കൊടുക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മയിലൂടെ, അമ്മയുടെ സന്തതികൾ സാത്താന്റെ കോട്ടകൾ തകർക്കാനുള്ളവരാണ്, സാത്താന്റെ തല തകർക്കാനുള്ളവരാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പിശാചിനെ ഭയപ്പെടരുത്. പിശാച് യാഥാർത്ഥ്യമാണ്. ഈ ലോകമുള്ളിടത്തോളം കാലം സ്വർഗം അനുവദിച്ചിരിക്കുന്നതാണ്. പരിശുദ്ധ അമ്മ തോൽപ്പിച്ച രക്ഷകനായ യേശുക്രിസ്തു തന്റെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും തോൽപ്പിക്കപ്പെട്ടവനാണ് സാത്താൻ. തോൽപ്പിക്കപ്പെട്ട ശത്രുവിന്റെ മേൽ വിജയം നേടാൻ നാം അണിനിരന്നാൽ നാം വിജയിക്കുക തന്നെ ചെയ്യും. സാത്താന്റെ കുതന്ത്രങ്ങളുണ്ട്, അവൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളുണ്ട്, അവൻ്റെതായ ആയുധങ്ങളുണ്ട്, അവൻ്റെതായ മാർഗങ്ങളുണ്ട്, അവനൊരുക്കുന്ന ആഡംബരങ്ങളുണ്ട്, അവൻ തുറക്കുന്ന വഴികളുണ്ട്. അത് ജീവിക്കാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണം. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ അധികാരം. ഈ പ്രപഞ്ചത്തിന്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്ക് അധികാരമുണ്ട്. സ്വർഗാരോപണം ചെയ്യപ്പെട്ട പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ത്രിത്വം രാജ്ഞിയായി അഭിഷേകം ചെയ്തു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അമ്മയ്ക്ക് ഈ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുണ്ട്. സൃഷ്ടവസ്തുക്കളുടെ മേൽ അധികാരമുണ്ട്, മനുഷ്യരുടെ മേൽ അധികാരമുണ്ട്. മനുഷ്യരുടെ മേലുള്ള അധികാരം പ്രിയപ്പെട്ടവരെ അമ്മയ്ക്കടുത്ത അധികാരമാണ്. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട 1917 അവസാനത്തെ പ്രത്യക്ഷീകരണം ഒക്ടോബർ മാസം 13-ാം തീയതി. അന്ന് പരിശുദ്ധ അമ്മ ഈ പ്രപഞ്ചത്തെ അമ്മാനമാടി സ്വർഗത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി, അവിടുന്ന് രാജ്ഞിയാണെന്ന് വെളിപ്പെടുത്തി. സൂര്യനൃത്തത്തിന്റെ രഹസ്യം അതാണ്. ലോകം ഉൾക്കൊള്ളേണ്ട സന്ദേശം അതാണ്. ഈ പ്രപഞ്ചത്തെ ശാസിച്ചു നിർത്താൻ, കൊറോണ വൈറസിനെ ശാസിച്ചു നിർത്താൻ, പകർച്ചവ്യാധികളെ ശാസിച്ചു നിർത്താൻ, തിന്മയുടെ ശക്തികളെ തടഞ്ഞു നിർത്താൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും. മാലാഖമാരെ ഇറക്കിക്കൊണ്ടുവരും, മാലാഖമാരെ ഇറക്കിക്കൊണ്ടുവരും. മഹാപരിശുദ്ധന്മാരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ ഒരു സൈന്യ വ്യൂഹത്തിന്റെ നേതൃത്വം പരിശുദ്ധ അമ്മയ്ക്കാണ്. ഈ ലോകത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നേതൃത്വം അമ്മ എന്നുള്ള നിലയിൽ പരിശുദ്ധ അമ്മയ്ക്കാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് മക്കളുടെ മേൽ അധികാരമുണ്ടാകണമെങ്കിൽ അമ്മയ്ക്ക് അനുസരണപ്പെട്ട് മക്കൾ ജീവിക്കണം. അമ്മയെ അമ്മയായി സ്വീകരിക്കാതെ അയൽപക്കത്തെ ആരെയെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് നടന്നാൽ, അമ്മയുടെ സ്നേഹം തിരിച്ചറിയാതെ ആരുടെയൊക്കെയോ സ്നേഹത്തിന് വേണ്ടി നെട്ടോട്ടമോടിയാൽ, അമ്മയുടെ നിയന്ത്രണത്തിന് വിധേയരാവാതെ ഈ ലോകത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ മുഴുകിക്കഴിയാനിടയായാൽ, അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആ ജീവിതത്തിൻ്റെ പുണ്യപൂർണമായ ജീവിതത്തിൻ്റെ മാതൃകകളെ ഉപേക്ഷിച്ച് നാം യാത്ര ചെയ്താൽ സാത്താൻ നമ്മുടെ മേൽ വിജയം നേടും. അമ്മയ്ക്ക് നമ്മെ തന്നെ തീരെഴുതി കൊടുക്കുകയാണ് വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ. വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ മേലും അധികാരമുണ്ട്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്ക് അധികാരമുണ്ട്. സ്വർഗീയ രാജ്ഞിയാണ്. ദാവീദ് രാജാവിൻ്റെ കാലത്ത് നമുക്കറിയാം, അമ്മ റാണി രാജാവിനോട് ചേർന്ന് അമ്മയെ റാണി പട്ടം കെട്ടിച്ചിരുത്തി. ആവലാതി പറയാനെത്തുന്നവരൊക്കെ അമ്മയുടെ അടുത്ത് യാവലാതി പറയും. ഈ അമ്മയിലൂടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടും. ഇന്ന് രാജാവായ കർത്താവിൻ്റെ
സന്നിധിയിൽ നമുക്കെത്താൻ സ്വർഗത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ സഹായം നാം തേടണം. പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധന്മാരുടെ മേൽ അധികാരമുണ്ട്, മാലാഖമാരുടെ മേൽ അധികാരമുണ്ട്, സ്വർഗീയ ഗണങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഈ അധികാരമുള്ള എൻ്റെ അമ്മ, അമ്മേ, ഒരിക്കൽ കൂടി അമ്മയായി നമുക്ക് സ്വീകരിക്കാം. ഈ അമ്മ നമ്മുടെ അഭിഭാഷകയാണ്. ഈ അമ്മ നമ്മുടെ അഭിഭാഷകയാണ്. അമ്മമാരെപ്പോഴും അഭിഭാഷകരാണ്. നമുക്ക് വേണ്ടി ഏത് ഘട്ടത്തിലും വാദിച്ചു കൊണ്ടേയിരിക്കും. അഭിഭാഷകർക്ക് ഒരു പക്ഷേ ഓരോ കേസിലും നമ്മുടെ വക്കാലത്ത് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് വരാം. അതുകൊണ്ട് എന്തു ചെയ്യണം? മുൻകൂട്ടി ഈ പ്രഗത്ഭയായ അഡ്വക്കേറ്റിന് നമ്മുടെ ജീവിതത്തിൻ്റെ വക്കാലത്ത് നൽകിയാൽ വരാൻ പോകുന്ന അപകടങ്ങളെപ്പോലും തടഞ്ഞു നിർത്താൻ കാനായിലെ കല്യാണ വിരുന്നിലെന്ന വണ്ണം പരിശുദ്ധ അമ്മ എന്ന് അഭിഭാഷക ഇടപെടും. പരിശുദ്ധ അമ്മ അഭിഭാഷകയാണ്. നമുക്ക് വേണ്ടി വാദിക്കും, നമുക്ക് വിജയം നേടിത്തരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ ശിക്ഷിക്കാതിരിക്കാൻ സാധിക്കാത്ത വണ്ണം പ്രകടമായ തെറ്റുകളാണെങ്കിൽ കോടതി കുറ്റക്കാരായി പ്രതികളെ വിധിക്കും. അത് കഴിഞ്ഞാലും അഭിഭാഷകർക്കൊരു പങ്കുണ്ട്. എന്തു പറയും? എൻ്റെ പ്രതി, എൻ്റെ കക്ഷി തെറ്റു ചെയ്തു പോയി, പക്ഷേ മാപ്പാക്കണം, ശിക്ഷ ലഘൂകരിക്കണം, ശിക്ഷ കുറച്ചു കൊടുക്കണം. എല്ലാ തലങ്ങളിലും അമ്മ നമുക്ക് സംരക്ഷണം നൽകും. ഈ അമ്മയുടെ മടിത്തട്ടിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ യാത്ര ലോകാരൂപിയിൽ നിന്ന് മോചനം നേടുക എന്ന ലക്ഷ്യത്തോടെ 12 ദിവസം നാം പൂർത്തിയാക്കി. നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ കുറവുകൾ കണ്ടെത്തി അവയിൽ നിന്ന് മോചനം നേടാൻ അവിടുത്തെ സന്നദ്ധിയിൽ കരുണയ്ക്ക് വേണ്ടി നാം അപേക്ഷിച്ചു. ഇന്ന് നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈ ആഴ്ച മുഴുവൻ നാം ധ്യാനിച്ചതാണ്. ഈ അമ്മയുടെ പരിശുദ്ധി, ഈ അമ്മയുടെ മാതൃത്വം, അഭിഭാഷക എന്ന പദവി, രക്ഷണീയ കർമ്മങ്ങളിൽ പരിശുദ്ധ അമ്മ പുലർത്തിയ പങ്ക്, അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന, ഫലം ചൂടി നിൽക്കുന്ന പുണ്യപൂർണമായ ജീവിതം, ഈ അമ്മയിലേക്ക് നോക്കിക്കൊണ്ട് സ്വർഗത്തിൻ്റെ വിശുദ്ധി ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കത്തക്കവണ്ണം അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കാനും നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ കരവലയത്തിൽ, മടിത്തട്ടിൽ പ്രിയപ്പെട്ടവരെ നാം സുരക്ഷിതരാണ്. നമ്മെ പൂർണ്ണമായും ഒരു വ്യവസ്ഥയുമില്ലാതെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു കൊച്ചുകുട്ടിയുടെ മനോഭാവത്തോടെ കരങ്ങൾ വിരിച്ചുകൊണ്ട് അമ്മയുടെ മാറിടത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും അണയാം. നമ്മോടൊപ്പം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സഹോദരീ സഹോദരന്മാർ, അവരെ എല്ലാവരും നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്, അമ്മയുടെ മക്കളാണ്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പുതിയ ഒരു ലോകം പണിയാൻ, ദൈവരാജ്യം പണിതുയർത്താൻ അമ്മയെ മുൻനിർത്തിക്കൊണ്ടുള്ള ആ ഒരു പോരാട്ടത്തിൽ പങ്കാളിയാവാൻ അമ്മയിൽ നമുക്ക് അഭയം തേടിക്കൊണ്ട് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നീ സൈന്യനിര പോലെ ഭയങ്കരി സൗന്ദര്യവതി പ്രഭാതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. നാഥേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാതിയും ആയിരിക്കുന്നല്ലോ, ആയിരിക്കുന്നല്ലോ. നാഥേ നീ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാതിയും ആയിരിക്കുന്നല്ലോ, 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 ആയിരിക്കുന്നല്ലോ. ആരാധന
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.